നമസ്കാരം. ഈ വരുന്ന ശനിയാഴ്ച, അതായത് 18-ാം തീയതിയും 1-ാം തീയതിയുമായി നടക്കുന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു റിവിഷൻ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അധിക മുഖവുരകളില്ലാതെ മെല്ലെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് കല, കായികം, സാഹിത്യം, സാംസ്കാരികം ഈ വിഷയങ്ങളിൽ നിന്നുള്ള കാലിക പ്രസക്തമായ ചോദ്യങ്ങളും ഇവയുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് PSC നമ്മുടെ പരീക്ഷയിൽ ഉൾപ്പെടുത്താറുള്ളത്. ഇപ്പൊ 2026-ലെ നിലവിൽ നടന്ന 10th ലെവൽ പരീക്ഷകളും 2025-ൽ നടന്ന പരീക്ഷകളും ഒക്കെ ഒന്ന് നമുക്ക് നോക്കി അതിനകത്തുനിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് നോക്കി വരാം. അതിൽ ആദ്യത്തെ ചോദ്യം, 2025-ൽ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആരാണ് എന്നാണ് ചോദ്യം. 2025-ൽ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആരാണ്? ഓപ്ഷനിലെ പി മാളവികയുണ്ട്, ബി ദീപ്തിയുണ്ട്, സി ആശാ ശോഭനയുണ്ട്, ഡി നിഖിലയുണ്ട്. ഉത്തരം പി മാളവികയാണ്. പി മാളവിക കാസർഗോഡ് ജില്ലക്കാരിയാണ്, കാസർഗോഡ് സ്വദേശിനിയാണ്. അപ്പോൾ ചിലപ്പോൾ സ്വദേശം ചോദിക്കാം. കാസർഗോഡാണ് സ്വദേശം. പി മാളവികയാണ് ആള്. ഒന്നുകൂടെ, അപ്പോ 2025-ൽ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? പി മാളവിക. അപ്പൊ മലയാളികൾക്ക് അഭിമാനമായി ഏകദേശം എന്താ പറയാ, നമുക്കൊരു 10-25 വർഷത്തിന് ശേഷമാണ് ഒരു മലയാളി ഈ ഒരു തരത്തിലൊരു നേട്ടം നേടുന്നത്. 1998-99-കൾക്ക് ശേഷം മലയാളി വനിതകൾ ആരും തന്നെ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ പേര് വളരെ പ്രസക്തമാകുന്നത്. അപ്പോ പി മാളവിക കാസർഗോഡ് സ്വദേശിനിയാണ്. എങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ നോക്കി വെക്കേണ്ട മറ്റൊരു കണ്ടന്റ് ആണ് ആതിര KP. ഇന്ത്യൻ സീനിയർ റഗ്ബി ടീമിലേക്ക് ഇടം നേടിയ ആദ്യ മലയാളി വനിത. ഒന്നുകൂടെ, ഇന്ത്യൻ സീനിയർ വുമൺ റഗ്ബി ടീമിലേക്ക് ഇടം നേടിയ ആദ്യ മലയാളി വനിതാ താരമാണ് ആതിര KP. ക്ലിയർ അല്ലേ? അത് വളരെ പ്രധാനമാണ്. റഗ്ബി എന്ന് പറയുന്ന ഒരു കായിക ഇനത്തിന് കേരളത്തിൽ അത്ര കണ്ട് പേരൂട്ടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമാണ് അല്ലെ? ആ സാഹചര്യത്തിൽ ആ റഗ്ബി ടീമിലേക്ക് ഇടം നേടാനായിട്ട് നമ്മുടെ ഒരു മലയാളി കുട്ടിക്ക് സാധിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. തൃശ്ശൂരുകാരിയാണ് കക്ഷി. ഓക്കെ അല്ലെ? ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ റഗ്ബി എന്ന് പറയുന്ന കായിക ഇനത്തെ കുറിച്ച് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. റഗ്ബി എന്ന കായിക ഇനത്തിൽ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം എത്രയാണ്? റഗ്ബിയിൽ 15 പേരാണ് പങ്കെടുക്കുക. റഗ്ബിയിൽ എത്ര പേരുണ്ടാകും? 15 പേര്. ഈ അടുത്ത PSC ചോദിച്ചിരുന്നു ടീമിനത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കെടുക്കുന്ന കായിക ഇനം ഏത്? റഗ്ബി. സത്യത്തിൽ ടീമിനത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കെടുക്കുന്നത് വള്ളംകളിയിലാണ്. പക്ഷെ PSC-ന്റെ ഉത്തരം റഗ്ബിയാണ്. അപ്പൊ PSC-യുടെ ഉത്തരം എന്താണോ അത് തന്നെ നമ്മൾ പഠിക്കണം അല്ലെ? അതായത് ടീമിനത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കെടുക്കുന്ന കായിക ഇനം PSC ചോദിക്കുമ്പോൾ PSC-ന്റെ ഉത്തരം റഗ്ബിയാണ്. എന്നാൽ ഒഫീഷ്യലി എന്താണ്? അല്ലാണ്ട് വള്ളംകളിയാണ്. കാരണം വള്ളംകളിയിൽ എത്ര പേരാണെന്ന് ചോദിച്ചാൽ വള്ളം മുങ്ങും വരെയും കയറാം. സോ കുഴപ്പമില്ല. ഓക്കെ, റഗ്ബിയിൽ 15 പേരാണ്. ഇനി അതേപോലെ തന്നെ ചില ഗെയിംസ് അതുപോലെ ഒന്ന് നോക്കി വെക്കാം. നമുക്ക് ഈ CHF, ഓക്കെ അല്ലെ? CHF, ക്രിക്കറ്റ്, ഫുട്ബോള്, ഹോക്കി. ഓക്കെ അല്ലെ? ക്രിക്കറ്റ്, ഫുട്ബോള്, ഹോക്കി, അല്ലെങ്കിൽ ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ എന്നോ അല്ലെങ്കിൽ HCF എന്നോ HCF എന്ന് കണ്ടിരുന്നാലും മതി. HCF, ഓക്കെ, HCF, ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോള് അല്ലെ? ഇവിടെ ഇതിൽ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 11. ഓക്കെ അല്ലെ? ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോള്. അതുകൊണ്ട് ഞാൻ ഇതിനെ HCF എന്ന് പറഞ്ഞത്. ഈ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം എത്രയാണ്? 11 പേരാണ്. 11 പേര്. ഇനി പോളോ, POLO എന്ന് ഓർത്താൽ മതി. പോളോ, POLO. 1, 2, 3, 4 അക്ഷരങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ പോളോയിൽ 4 പേര് ഓർത്തു വയ്ക്കുക. പോളോ 4 പേർ. അതേസമയം വാട്ടർ പോളോയിലാണെങ്കിൽ 7 പേര്. 7 പേര്. ഇതേപോലെ തന്നെയാണ് കബഡിയിലും 7 പേര്. കബഡിയും 7 പേർ. കബഡിയും എത്രയാണ്? 7 പേർ. വിട്ടുപോരുന്ന. ഇനി സ്ഥിരം PSC ചോദിക്കുന്ന ഒന്നാണ് ബാസ്കറ്റ് ബോളും വോളിബോളും. ബാസ്കറ്റ് ബോൾ നമ്മൾ ബാസ്കറ്റിലോട്ട് ബോൾ പുഷ് ചെയ്യുന്നത് ഈ 5 പേരിൽ വെച്ചിട്ടാണ് അല്ലെ? 5 പേരിൽ വെച്ചിട്ടല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ 5 എന്ന് ഓർത്താൽ മതി. അപ്പൊ ബാസ്കറ്റ് ബോൾ എത്ര പേരുണ്ട്? 5 പേര്. 5 പേര്.
ഇനി വോളിബോളിലേക്ക് വരിക. വോളിബോള് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. ഈ കരിങ്കുന്നം സിക്സസ് എന്നൊരു സിനിമയില്ലേ, കരിങ്കുന്നം സിക്സസ്, കരിങ്കുന്നം സിക്സസ്, അതായത് നമ്മുടെ മഞ്ജു വാര്യർ ഒരു വോളിബോൾ കോച്ചായിട്ടൊക്കെ വരുന്ന സിനിമ. ആ സിനിമയുടെ പേര് ആലോചിച്ച് നോക്കി, കരിങ്കുന്നം സിക്സസ് എന്നല്ലേ. അപ്പൊ 6 പേര് ഏതിലുണ്ട്? വോളിബോളിലുണ്ട്. ക്ലിയർ അല്ലേ? ബാസ്കറ്റ്ബോൾ 5 പേര്, വോളിബോളിൽ എത്ര പേര്? 6 പേര്. ഓർത്തിരിക്കാൻ പറ്റുന്നതല്ലേ? വലിയ പ്രയാസങ്ങളുള്ള ചോദ്യങ്ങളല്ലല്ലോ. അപ്പൊ ഈ ഭാഗങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് നോക്കി വെക്കുക. ഇനി ഇവിടെ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ സ്ഥിരം PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ പേരെന്താണ്? അതായത് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഞാൻ ആ ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒന്ന് ഉത്തരം കമന്റ് ചെയ്തേ, ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. ചോദ്യം ഒന്നുകൂടെ. ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ പേരെന്താണ്? ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വിവശ് മലയാളം ടോക്സ് എന്നാണ് നമ്മുടെ ആപ്പിന്റെ പേര്. അപ്പോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളൂ, പ്ലേ സ്റ്റോറിൽ കയറുക, എന്നിട്ട് ഈ പേര് ഇതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾക്ക് അവിടുന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് മലയാളത്തിന്റെയും കല, സാഹിത്യ, സാംസ്കാരിക, കായിക മേഖലയുടെ കംപ്ലീറ്റ് കണ്ടന്റ് വരുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഫീ വരുന്നത് 499 ആണ്. കോഴ്സിന്റെ ഫീ വരുന്നത് 499 ആണ്. 1 ഇയർ ആണ് കോഴ്സിന്റെ വാലിഡിറ്റി. ഓക്കെ അല്ലെ? 1 ഇയർ ആണ് കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത്. അതായത് നമുക്ക് നിലവിൽ വരുന്ന നമ്മുടെ ഡിഗ്രി, മെയിൻസ്, അതുപോലെ തന്നെ LDC, അതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റുകൾ ഒക്കെ എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ യൂസ് ആവുന്ന തരത്തിലാണ് നമ്മുടെ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ അല്ലെ? മക്കൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 100% വർത്തായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. വേറെ ടെൻഷൻസ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. കോഴ്സിന്റെ ഫീ വരുന്നത് 499 ആണ്. 1 ഇയർ ആണ് കോഴ്സിന്റെ വാലിഡിറ്റി. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച അടുത്ത ചോദ്യം, 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഏതാണ്? 2026 വിന്റർ ഒളിമ്പിക്സിന് വേദി. മക്കളെ, നമ്മുടെ പ്രിലിംസ് പരീക്ഷകൾ, LGS പരീക്ഷകൾ, അതുപോലെ തന്നെ 10th ലെവൽ പരീക്ഷകളൊക്കെ തന്നെ സ്ഥിരമാണ് ഇത്തരത്തിലൊരു വേദി ചോദിക്കുന്നത്. അപ്പൊ ഇതും നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്ന ഒരു ചോദ്യമായിരുന്നു അന്ന്. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായത് അത് ഇറ്റലിയിലെ മിലാനോ കോർട്ടിനയാണ്. എവിടെയാണ്? ഇറ്റലിയിലെ മിലാനോ കോർട്ടിന. നോക്കിയേ, 2026 വിന്റർ ഒളിമ്പിക്സ് മിലാനോ കോർട്ടിനയാണ്. മിലാനോ കോർട്ടിന ഇറ്റലിയിലാണ്. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ സമ്മർ ഒളിമ്പിക്സിന്റെ വേദി അറിയണ്ടടാ. സമ്മർ ഒളിമ്പിക്സിന്റെ വേദി അറിയണ്ടേ? ഈ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനമാണ് ഒളിമ്പിക്സ് പഠിച്ചോണം. 1896 പിയർ ഡി കുബർട്ടിനാണ് ആരംഭിക്കുന്നത്? ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് എന്ത് ചെയ്യുന്നത്? ഒളിമ്പിക്സ് എന്ന മഹാമഹം നടക്കുക, അല്ലെ? ഒളിമ്പിക്സ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2024 എന്ത് ചെയ്യുന്നത്? സോറി, 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസിലാണ്. പാരീസിലാണ് നടക്കുന്നത്. 2028 ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. 2032 ബ്രിസ്ബൺ, ഓസ്ട്രേലിയ. ഇനി ഒളിമ്പിക്സിന്റെ ഈ സ്പോർട്സ്, നമുക്ക് ആദ്യമായിട്ട് ഒളിമ്പിക്സിന്റെ ഈ സ്പോർട്സിന്റെ 1ാം പതിപ്പ് നടക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലാണ്. ഈ സ്പോർട്സ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? സൗദി അറേബ്യ. ശ്രദ്ധിച്ച്, 2027 നടക്കുന്നത്. 1ാം പതിപ്പാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയില്ലേ? ഉണ്ട്. ഉറപ്പായും പഠിച്ചു വെക്കണം. ഉറപ്പായും പഠിക്കണം. ചോദിക്കാൻ അത്രമേൽ സാധ്യതയുണ്ട്. ഓക്കെ അല്ലെ? ഇങ്ങനെയാണെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ്, ഞാൻ ഈ പെട്ടെന്ന് കോമൺവെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ മൈൻഡിലേക്ക് വരുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനും കോമൺവെൽത്തിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. നമ്മൾ അതിന്റെ റിവിഷൻ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമൺവെൽത്ത് അവിടെ ചോദിച്ചിരുന്നത് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്ന ഗെയിം ഏതെന്നാ? ബ്രിട്ടീഷ് എംപയർ ഗെയിം. 1930 ആഷ്ലി കൂപ്പർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കോമൺവെൽത്ത് എന്നൊരു ഗെയിം കൊണ്ടുവരുന്നത്. ഞാൻ ഒരു ചോദ്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യാനായിട്ട് തരട്ടെ. ഈ കോമൺവെൽത്ത് ഗെയിംസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? ഒളിമ്പിക്സിന്റെ മാതൃകയിലാണ് ഇത് നടക്കുന്നത്. എത്ര വർഷം കൂടുമ്പോഴാ? ഒന്ന് കമന്റ് ചെയ്തേ. അപ്പൊ 1930 ആദ്യത്തെ കോമൺവെൽത്ത് നടക്കുന്നു.
ഈ കോമൺവെൽത്ത് ആദ്യം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ് അവർ പേര് കൊടുത്തത്, ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. എന്നാൽ 60കളൊക്കെ ആവുന്നതോടുകൂടെ ആ പേര് അവർ പരിഷ്കരിക്കുന്നു, ബ്രിട്ടീഷ് എംപയർ ആൻഡ് കോമൺവെൽത്ത് ഗെയിംസ് എന്നാക്കുന്നു. എന്നാൽ വീണ്ടും അതിന് പരിഷ്കാരം വരുന്നു, ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഗെയിംസ് എന്നാക്കി മാറ്റുന്നു. ഒടുവിലാണ് 4ാം തവണയാണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന പേരിലേക്ക് മാറുന്നത്. ഇന്ത്യ 2010 മാത്രമാണ് ഒരിക്കൽ മാത്രമാണ് വേദിയായിട്ടുള്ളത്. 2030 വീണ്ടും വേദിയാവുകയാണ്. അങ്ങനെയാണെങ്കിൽ 2022 വേദി ബെർമിഹാം ആണ്. 2022 വേദി ബെർമിഹാം ആണ്. 2026 വേദി ഗ്ലാസ്ഗോ. അതായത് 2026 ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് കോമൺവെൽത്ത് ഗ്ലാസ്ഗോ ഗെയിംസ് 2026 സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് നോക്കണം, ജൂലൈ 23 ടു ഓഗസ്റ്റ് 2. അതായത് നിങ്ങളുടെ എക്സാം നടക്കുന്ന 18നും 2നും ഇടയിലുള്ള 18നും 1നും ഇടയിലുള്ള കാലം അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു അധ്യാപകൻ വളരെ രസകരമായിട്ട് ഈ ഡേറ്റ് ഒക്കെ ചോദിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഒരു അതിശയമില്ല. സോ ഓർത്ത് വയ്ക്കാം. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ വേദിയായിട്ടുള്ളത്, കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ തവണ വേദിയായിട്ടുള്ളത് ഓസ്ട്രേലിയയാണ്. ഏറ്റവും അധികം തവണ കിരീടം നേടിയതും ഓസ്ട്രേലിയയാണ്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഓക്കെ അല്ല, ഒന്നുകൂടെ ഏറ്റവും കൂടുതൽ തവണ വേദിയായത് ഓസ്ട്രേലിയയാണ്. അതുപോലെ തന്നെ ഏറ്റവും അധികം കിരീടം നേടിയിരിക്കുന്നത് ഓസ്ട്രേലിയയാണ്. സെറ്റ് അല്ലേ, അടിപൊളിയല്ലേ, നല്ല കണ്ടന്റ് അല്ലേ? മുന്നോട്ട് പോകണേ. ഇനി നോക്കിയേ, ഏഷ്യൻ ഗെയിംസ് 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022 നടന്നത്. അത് നോക്കിയേ, ഹാങ്ഷോ ആണ്. ഹാങ്ഷോ എന്നോ ഷാങ്ഷോ എന്നോ പഠിക്കാം, അല്ലെങ്കിൽ ഹാങ്ഷു എന്ന് പഠിക്കാം അല്ലെ. എങ്ങനെ? ഹാങ്ഷു. ഓക്കെ, അത് അവര് പ്രൊണൗൺസ് ചെയ്യുന്ന രീതി അതാണ്, ഹാങ്ഷു. ഓക്കെ, ഹാങ്ഷു ചൈനയിലാണ്. എന്നാൽ 2020 വേദി ഐച്ചി നഗോയയാണ്. ഇത് ആരംഭിക്കുന്നത് സെപ്റ്റംബർ 19 ആണ് അല്ലെ. സെപ്റ്റംബർ 19, ഓക്കെ, ഒക്ടോബർ 4 വരെ അല്ലെ. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 14 വരെ. ഓക്കെ അല്ലെ. 2026 ഐച്ചി നഗോയ. എവിടെയാണ്? ഐച്ചി നഗോയ. ഓക്കെ അല്ലെ. ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന വേദികൾ പഠിക്കുമ്പോൾ ഇപ്രാവശ്യത്തെ എന്താണ് നമ്മുടെ വേൾഡ് കപ്പ് പഠിച്ചോണം. ഞാൻ ആ വേൾഡ് കപ്പിന്റെ ചോദ്യം ഞാൻ തരാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലൊക്കെ ഉള്ള കണ്ടന്റ് എന്ത് ചെയ്യണം? ഉറപ്പായിട്ട് പഠിച്ചേക്കുക. വേദികൾ, മക്കളെ ഈ വേദികളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നിങ്ങളുടെ ടെലിഗ്രാം ചാനലിന്റെ അകത്ത്, നമ്മുടെ ടെലിഗ്രാം ചാനൽ അറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ ടെലിഗ്രാം ചാനൽ ജസ്റ്റ് ടെലിഗ്രാമിലേക്ക് ഒന്ന് പോവുക. അവിടെ VIVASHS സ്പേസ് ഇടാതെ ഇത്രയും ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇപ്പൊ ഇങ്ങനെ ഒരു ചാനൽ വരും നിങ്ങൾക്ക്. ഓക്കെ, മലയാളം ഡോക്സ് എന്നാണ്. അവിടെ നിങ്ങൾ ആ ഫയൽസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗെയിംസിന്റെ വേദികൾ, പ്രധാന വേദികൾ എന്ന് പറയുന്ന ഞാൻ മുമ്പ് എടുത്ത ഒരു ക്ലാസിന്റെ കംപ്ലീറ്റ് കണ്ടന്റ് നിങ്ങൾക്ക് ലഭ്യമാണ്. കംപ്ലീറ്റ് കണ്ടന്റ് അവിടെ ഉണ്ട്. ഓക്കെ, എല്ലാ വേദികളും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ഓക്കെ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്ത് ചെയ്യാം, ആ വീഡിയോ ഒന്ന് നോക്കുക. ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗെയിംസിലെയും മറ്റു പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് കേട്ടേക്കണം, ആ ക്ലാസ് ഒന്ന് പഠിച്ചേക്കണം. ഓക്കെ, ആ ക്ലാസ് ഒന്ന് കേട്ടേക്കണം കേട്ടോ. ശരി, സന്തോഷം. മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഇനി നോക്കിയേ, 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം. നമ്മുടെ ഓപ്ഷൻ ലിസ്റ്റ് ഏതുമുണ്ട്. പി വത്സലയുണ്ട്, NS മാധവനുണ്ട്, KG ശങ്കരപിള്ളയുണ്ട്. സത്യത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓപ്ഷൻസ് ആണ്. ഈ 4 പേരും ഏറ്റവും മികച്ച ആൾക്കാരാ. പക്ഷേ ഇതിൽ 2025 കിട്ടിയത് ഇത് നോക്കിയേ, ഇത് KG ശങ്കരപിള്ളയ്ക്കാ. ബാക്കി 3 പേരും ഓൾറെഡി നേരത്തെ നേടിയതാ അല്ലെ. KG ശങ്കരപിള്ള. അപ്പൊ നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം. എങ്ങനെയാണ്? കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം. ഒന്നുകൂടെ, കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. ഒന്നുകൂടെ, 1993. ഈ പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് സമാനമായി നൽകുന്നത്. പുരസ്കാരം നൽകുന്നത് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയെ പരിഗണിച്ച സംഭാവനകളെ പരിഗണിച്ച. അപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ, പക്ഷേ ഇത് നേടിയ ആദ്യത്തെ വ്യക്തി ഏതാ? പറഞ്ഞുതരാം. ആദ്യത്തെ വ്യക്തി, അതായത് 1993 ഇദ്ദേഹമാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. ഓർത്തു വെക്കുക. അപ്പൊ 1993
1993 ആദ്യത്തെ പുരസ്കാരം നേടിയിരിക്കുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ള. ഇനി 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതായിരുന്നു പി വത്സല. ഓപ്ഷനിൽ പി വത്സല ഉണ്ട്. പി വത്സല. അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ പി വത്സല പുള്ളിക്കാരി മരണപ്പെട്ടു അല്ലെ. അപ്പൊ പുള്ളിക്കാരുടെ ആത്മകഥയാണ് കിളിക്കാലം. കിളിക്കാലം. ഈ പി വത്സലയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് വരുന്ന ഒരു ബുക്കാണ് നെല്ല് എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, പി വത്സലയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് നെല്ല്. ഞാൻ ഈ ഭാഗത്തൊന്ന് എഴുതുകയാണ്, നെല്ല് അല്ലെ. നെല്ല് 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 ഈ വയനാട്ടിലെ തിരുനെല്ലിയിലെ 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 ആദിവാസി ജീവിതം പ്രമേയമാകുന്ന മലയാള നോവലാണ്. ഇതിലെ കഥാപാത്രങ്ങളാണ് മല്ലൻ, മാര, രാഘവൻ നായർ എന്നിവർ. ഓക്കെ അല്ലെ. മല്ലനും മാരയും രാഘവൻ നായരും കഥാപാത്രമാകുന്ന ഇവിടെയാണ്. ഈ നെല്ല് എന്ന ചിത്രത്തിലാണ് കദളി ചെങ്കദളി, അത് സിനിമയാക്കുന്ന സമയത്ത് സിനിമയായി, അതിലാണ് കദളി ചെങ്കദളി പൂങ്കദളി പൂവേണം എന്ന് തുടങ്ങുന്ന ഒരു ഗാനമൊക്കെ ഉള്ളത്. ആ ഗാനത്തിന്റെ പ്രത്യേകത നമ്മുടെ ലതാ മങ്കേഷ്കർ അല്ലെ, ഇന്ത്യയുടെ വാനമ്പാടിയായ ലതാ മങ്കേഷ്കർ പാടിയ ഏക മലയാള ഗാനമാണ്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചേ. ഇനി 2024 നേടിയത് NS മാധവൻ. NS മാധവൻ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. NS മാധവൻ. ഈ NS മാധവനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഹിഗ്ഗിറ്റ, ചൂളൈമേടിലെ ശവങ്ങൾ, തിരുത്ത്, പഞ്ചകന്യകൾ, ഭീമച്ചൻ. ഏതൊക്കെയാണ്? ഹിഗ്ഗിറ്റ, ചൂളൈമേടിലെ ശവങ്ങൾ, തിരുത്ത്, പഞ്ചകന്യകകൾ, ഭീമച്ചൻ. ഇവ NS മാധവന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി NS മാധവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ. നമ്മൾ മസ്റ്റ് പഠിച്ചിരിക്കണം, മസ്റ്റ് പഠിക്കേണ്ട ബുക്കാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ. ഇനി അദ്ദേഹത്തിന്റെ ലേഖന സമാഹാരമാണ് പുറം മറുപുറം. പുറം മറുപുറം. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? എന്നാൽ ഇനി ശ്രദ്ധിച്ചേ, 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ളയാണ്. KG ശങ്കരപിള്ള. സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകളെ മാനിച്ചാണ് പുരസ്കാരം കൊടുത്തത്. ഞാൻ പറഞ്ഞു 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പമാണ് പുരസ്കാരമായി കിട്ടുന്നത്. KG ശങ്കരപിള്ളയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയാനുള്ള ഒരു കാര്യമാണ്, അദ്ദേഹം ഒരു വിമർശകനും നിരൂപകനും ഒക്കെയാണ്, അദ്ദേഹം ലേഖകനും ഒക്കെയാണ്. KG ശങ്കരപിള്ളയുടെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബംഗാൾ എന്ന കവിത അത് വളരെ ഫെമിലിയർ ആണ്. ബംഗാൾ എന്ന കവിത സത്യത്തിൽ അദ്ദേഹത്തിലെ വിമർശകനെയും നിരൂപകനേക്കാൾ ഉപരി അദ്ദേഹത്തിലെ കവിതകൾക്കാണ് ഏറ്റവും പ്രാധാന്യം കവിതകളാണ്. അതിൽ തന്നെ ബംഗാൾ എന്ന കവിത ആധുനിക മലയാള കവിതയിലെ നാഴികക്കല്ല് എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പൊ ഒരുപക്ഷെ PS ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കാം, ആധുനിക മലയാള സാഹിത്യത്തിലെ അല്ലെങ്കിൽ മലയാള കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KG ശങ്കരപിള്ളയുടെ കവിത ഏതാണ്? ബംഗാൾ. ബംഗാൾ വിട്ടുപോകരുത്, ബംഗാൾ. സെറ്റല്ലേടാ? സെറ്റല്ലേ? അപ്പൊ ഈ ഭാഗം നോക്കി വെച്ചോണം, ചോദിക്കും. ഇനി അതേപോലെ തന്നെ സാഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ചോദ്യമായിരുന്നു കഴിഞ്ഞ ഫയർമാൻ എക്സാമിന് നിരവിത്രനെ ചോദിച്ചത്. ഇവിടെ നിരവിത്രൻ എന്നായിരിക്കില്ല ചോദിക്കുക, പകരം ആത്രേയകം എന്ന ചോദ്യം ചോദിക്കും. ആത്രേയകം എഴുതിയത് ആരാണ്? ആത്രേയം എഴുതിയത് R രാജശ്രീ ആണ്. R രാജശ്രീ. എന്താ കഥ? ഓർത്തു വയ്ക്കുക. എന്താ കഥ? എന്താ കഥ? എന്താ കഥ? എന്താ കഥ എഴുതിയത് കൽപ്പറ്റയാണ്. കൽപ്പറ്റ നാരായണൻ. ഓക്കെ അല്ലെ? കൽപ്പറ്റ സാർ എഴുതിയ കൃതിയാണ് എന്താ കഥ. ഇത് ബാലസാഹിത്യമാണ്. എന്താ കഥ എന്ന് പറയുന്നത് ബാലസാഹിത്യ കൃതിയാണ്. ഇനി മാതംഗലീല. മാതംഗലീല എഴുതിയത് സന്തോഷ് ഏച്ചിക്കാനം. ഈ ഭാഗത്തൊക്കെ കറണ്ട് അഫയേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട്, അതായത് പുതിയ പുസ്തകങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കി വെക്കണം. ആത്രേയം എഴുതിയത് R രാജശ്രീയാണ്. എന്താ കഥ എഴുതിയത് കൽപ്പറ്റ നാരായണനാണ്. മാതംഗലീല എഴുതിയത് സന്തോഷ് ഏച്ചിക്കാനമാണ്. ഓക്കെ അല്ലെ? റാം കെയർ ഓഫ് ആനന്ദി. ഓക്കെ അല്ലെ? റാം കെയർ ഓഫ് ആനന്ദി. ഓക്കെ അല്ലെ? റാം കെയർ ഓഫ് ആനന്ദി. അഖിൽ പി ധർമ്മജൻ. ഓക്കെ അല്ലെ? അപ്പോ അതും ചോദിക്കാം, അഖിൽ പി ധർമ്മജനെയും ചോദിക്കാം അല്ലെ. റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ. ഇനി അതേപോലെ തന്നെ ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു ബുക്കാണ് സമുദ്രശില. എഴുതിയതാരാണ്? സുഭാഷ് ചന്ദ്രൻ.
സുഭാഷ് ചന്ദ്രൻ. ഓക്കെ അല്ലേ? അപ്പൊ നല്ലൊരു ചോദ്യം അല്ലേ? ഒന്നുകൂടെ, ആത്രേയ വേദ്യത ആർ രാജശ്രീ, യന്ത്രാഗത കൽപ്പറ്റ നാരായണൻ, മാതംഗലീല സന്തോഷ് ഏച്ചിക്കാനം, റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ, സമുദ്രശില സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ. ഇനി അതേപോലെ തന്നെ മറ്റു ചില പുസ്തകങ്ങൾ കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു ഞാൻ പോവുകയാണ്. ഓർത്തു വെച്ചിരിക്കണം, അത് ഏറ്റവും പ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ്, ഏറ്റവും പ്രധാനമാണ് മരണവംശം. മരണവംശം. മരണവംശം എഴുതിയത് പി വി ഷാജികുമാറാണ്. മരണവംശം എഴുതിയതാരാ? പി വി ഷാജികുമാറാണ്. അത് നല്ല ബുക്കാട്ടോ. അത് കാരണം ഈ അടുത്തിടെ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ബുക്കുകൾ ഒന്നാണ് മരണവംശം എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ആരും കാണാത്ത യുദ്ധങ്ങൾ. ആരും കാണാത്ത യുദ്ധങ്ങൾ. ആരും കാണാത്ത യുദ്ധങ്ങൾ നമ്മുടെ ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ ബുക്കാ. ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ ബുക്കാണ്. കല്യാണി എന്നും ദാക്ഷായൻ എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ ആ രാജശ്രീ എഴുതിയ കൃതി. എന്റെ കഥ, അല്ല നിന്റെ കഥ, എന്റെ കഥ മാധവക്കുട്ടിയാണ്, നിന്റെ കഥ അതും രാജശ്രീയുടെ ബുക്കാ. അപ്പൊ ഇത്തരത്തിലുള്ള ബുക്കുകളൊക്കെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി സർവകലാശാല, അതായത് എം ജി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച ഒരു ഒരു സിനിമാ താരമുണ്ട്. ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച ഒരു സിനിമാ താരം, മലയാള സിനിമാ താരം. ആരാണ് അദ്ദേഹം? അതാണ് മലയാളത്തിന്റെ അഭിമാനമായ സാക്ഷാൽ മമ്മൂട്ടിയാണ് അല്ലെ? മമ്മൂക്കയാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചത് ആർക്കാണ്? മമ്മൂക്കയ്ക്കാണ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്, ഈ മമ്മൂക്കന് ഒരു ചോദ്യം കൂടാ. മമ്മൂക്കയ്ക്ക് ഈ അടുത്ത് ഒരു പത്മ പുരസ്കാരം കിട്ടിയിരുന്നു. ഏതാണ് ആ പുരസ്കാരം? ഒന്ന് കമന്റ് ചെയ്തേക്കാവോ? ഒന്ന് കമന്റ് ചെയ്തേക്കാവോ? ഒന്നുകൂടെ, മമ്മൂക്കയ്ക്ക് ഈ വർഷം ഒരു പത്മ പുരസ്കാരം കിട്ടി. ഏതാണ് പുരസ്കാരം? ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ അല്ലേ? ശരി, ഓർത്തു വയ്ക്കാം. ഏറ്റവും അധികം ദേശീയ പുരസ്കാരം, ഏറ്റവും അധികം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളിയാണ്. ആരാണ്? മമ്മൂക്ക. 3 തവണയാണ് അദ്ദേഹം ദേശീയ പുരസ്കാരം, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ളത്. അന്യഭാഷാ ചിത്രത്തിലെ അഭിനയത്തിന്, അന്യഭാഷാ ചിത്രത്തിലെ അഭിനയത്തിന്, അന്യഭാഷാ ചിത്രത്തിലെ അഭിനയത്തിന്, അന്യഭാഷാ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയതും അദ്ദേഹം തന്നെയാണ്. അന്യഭാഷാ ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള നടനും ആര് തന്നെയാണ്? മമ്മൂക്കയാണ്. മമ്മൂക്ക. ചിത്രം ബാബാ സാഹിബ് അംബേദ്കർ. ബാബാ സാഹിബ് അംബേദ്കർ. സെറ്റല്ലേ? ശരി, എങ്കിൽ അടുത്ത ചോദ്യം, സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെടുന്നു? സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെടുന്നുണ്ട്? അത് ഫുട്ബോൾ ആണ്. ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് സന്തോഷ് ട്രോഫി. ഓക്കെ അല്ലേ? എങ്കിൽ ദേശീയ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആണ് രഞ്ജി ട്രോഫി. രഞ്ജി ട്രോഫി. രഞ്ജി ട്രോഫി. രഞ്ജി ട്രോഫി. ഓക്കെ അല്ലേ? സാഫ് കപ്പും ഫുട്ബോളുമായി ബന്ധപ്പെടുന്നു. സാഫ് കപ്പും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെടുന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ്. ഓക്കെ അല്ലേ? വിജയ് ഹസാരെ ട്രോഫി. വിജയ് ഹസാരെ ട്രോഫി. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ആണ്. ഇറാനി ട്രോഫി. ഇറാനി ട്രോഫി. ഇറാനി ട്രോഫി ക്രിക്കറ്റ് ആണ്. ഇറാനിയൊക്കെ അടുത്ത് ചോദിച്ചിരുന്നു. ഇറാനി ട്രോഫി ക്രിക്കറ്റ് ആണ്. ദുലീപ് ട്രോഫി പിവൈക്കുമാണ്. ദുലീപ് ട്രോഫി. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ആണ്. പിവൈക്കുമാണ്. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ആണ്. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ആണ്. ഓക്കെ അല്ലെ? സാഫ് കപ്പ് ഫുട്ബോൾ ആണ്. അതുപോലെ തന്നെ ഡ്യൂറന്റ് കപ്പ്. ഡ്യൂറന്റ് കപ്പ്. ഡ്യൂറന്റ് കപ്പ്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ആണ്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ആണ്. ഓക്കെ അല്ലെ? വിംബിൾഡൺ. വിംബിൾഡൺ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഗ്രാൻഡ് സ്ലാം. നോക്കിയേ, ഗ്രാൻഡ് സ്ലാം. ഗ്രാൻഡ് സ്ലാം. ഗ്രാൻഡ് സ്ലാം എന്തുമായി ബന്ധപ്പെടുന്നു? ടെന്നീസ്. ഗ്രാൻഡ് സ്ലാം ഏതുമായി ബന്ധപ്പെടുന്നു? ടെന്നീസ്. ഈ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് 4 ടൂർണമെന്റുകൾ ചേർന്നാണ് ഗ്രാൻഡ് സ്ലാം. അതിൽ ആദ്യത്തേത് ആസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ആസ്ട്രേലിയൻ ഓപ്പൺ. ആസ്ട്രേലിയൻ ഓപ്പൺ. രണ്ടാമത്തത് ഫ്രഞ്ച് ഓപ്പൺ. ഫ്രഞ്ച് ഓപ്പൺ. ഫ്രഞ്ച് ഓപ്പൺ. ആസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ. അടുത്തത് വിംബിൾഡൺ. 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 ഓക്കെ, വിംബിൾഡൺ. നാലാമത്തത് യു എസ് ഓപ്പൺ. യു എസ് ഓപ്പൺ. യു എസ് ഓപ്പൺ. അപ്പൊ ഇവയാണ് ഗ്രാൻഡ് സ്ലാം. ഒരു ഗ്രാൻഡ് സ്ലാം സെറ്റിലുള്ളത്. ഇത് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരത്തിൽ കിട്ടാവുന്ന മാക്സിമം ട്രോഫികൾ നോക്കി വെച്ചോണം. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ്, അതൊക്കെ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ്. ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ് ഹോക്കിയാണ്. ഹോക്കിയാണ്. ഓക്കെ അല്ലേ? ശരി, മുമ്പോട്ട് അടുത്ത ചോദ്യം, 2026 ഫിഫ ലോകകപ്പ് വേദി.
2024 ഫിഫ ലോകകപ്പ് വേദി? ഓപ്ഷനില് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, മെക്സിക്കോ ഉണ്ട്, കാനഡയുണ്ട്. ഏതാണ് എന്നാണ്. സത്യത്തിൽ ഇത് മൂന്നുമാണ് അല്ലെ. അതായത് ഈ മൂന്നിടത്തുമായിട്ടാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ഇപ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. മക്കൾ ശ്രദ്ധിച്ചേ, ചരിത്രത്തിൽ ആദ്യമായി 48 രാജ്യങ്ങൾ അണിനിരക്കുന്നു, അല്ലെങ്കിൽ 48 രാജ്യങ്ങൾ കൊമ്പ് കോർക്കുന്നു. ഓക്കെ അല്ലെ. അപ്പോ നമ്മള് അപ്പോ ഇന്ന് ആദ്യത്തെ അല്ലെ, ആദ്യത്തെ സെമി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ഫ്രാൻസ്, ഏറ്റവും ശക്തരായ ഫ്രാൻസിനെ അല്ലെ, എംബാപ്പയുടെ ഏറ്റവും ശക്തരായ ഫ്രാൻസിനെ സ്പെയിൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇനി വരുന്ന ദിവസം അടുത്ത ഇംഗ്ലണ്ട് അർജന്റീന മത്സരമുണ്ട്. ഇപ്പോ നിങ്ങളുടെ മത്സരഫലം ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കണേ. നിങ്ങൾ നാളെ കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ മത്സരഫലം ഒന്ന് ചുമ്മാ താഴെ കമന്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഞായറാഴ്ചയാണോ ഫൈനൽ അല്ലെ. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും മികച്ച ടീമിന്, ഏറ്റവും അർഹതയുള്ള ഒരു ടീമിന്, ഏറ്റവും നന്നായി കളിക്കുന്ന ടീമിന്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പേരും പ്രശസ്തിയും മാത്രമല്ല, അത് അന്നത്തെ ദിവസം അവർ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു, എങ്ങനെയാണ് അന്നത്തെ ദിവസത്തെ കളി എന്നുകൂടെയാണ് അല്ലെ. അവിടെ കൊമ്പന്മാർ വീഴുകയും അല്ലെ, വമ്പന്മാർ വാഴുകയും ഒക്കെ ചെയ്യട്ടെ. ശരി, എന്നാലും വളരെ സന്തോഷം. അപ്പൊ ഉറപ്പായിട്ട് എന്താണ് നല്ലൊരു വേൾഡ് കപ്പ് കാലം. ഞാൻ 48 ടീമൊക്കെ വന്നപ്പോ ഞാൻ കരുതി എന്താണ്, അയ്യോ വൻ ശോകമായിരിക്കും ഇപ്രാവശ്യത്തെ കളിയുന്നു. അപ്പൊ എന്ത് രസമായിരുന്നു അല്ലെ, എന്ത് രസമായിരുന്നു. അതിൽ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത ഒരുപാട് കുഞ്ഞൻ ടീമുകൾ, പ്രത്യേകിച്ച് എനിക്കൊന്ന് കാപ്പ വെർദെയൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തിയ ടീമുകളാണ്. കാപ്പ വെർദെയൊക്കെ ഞാൻ ഒരിക്കലും കാപ്പ വെർദെ എന്നൊരു ടീം, അല്ലെങ്കിൽ ഒസീന എന്നൊരു ഒരു ഗോൾ കീപ്പർ ഒന്നും നമ്മുടെ ചിന്തയിൽ പോലും ഇല്ല. പക്ഷെ എത്ര മനോഹരമായിട്ടാണ് അവര് കളിച്ചത് അല്ലെ. അപ്പൊ എന്നാലും ഏറ്റവും മനോഹരമായ ഒരു ഫുട്ബോൾ കാലം നമ്മളെ വിട്ടു പോവുകയാണ്. അപ്പൊ ഉറപ്പായിട്ട് ആരാണ് വിജയിക്കുന്നത് അവരെ നമുക്ക് ഇപ്രാവശ്യം പഠിച്ചു വെക്കണം. ഓക്കെ അല്ലെ. അപ്പൊ ഉറപ്പായിട്ട് ഫിഫ ഇപ്പൊ അതുപോലെ കഴിഞ്ഞ വേൾഡ് കപ്പ് അല്ലെ, കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയത് ആരായിരുന്നു? അർജന്റീന ആയിരുന്നു. അപ്പൊ അതും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. ഇനി 2025 മികച്ച വനിതാ ഫുട്ബോൾ താരം, മികച്ച വനിതാ ഫുട്ബോൾ താരം ഓർത്തു വെക്കുക. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ അവാർഡ് നേടിയത് ഇത് ഐത്താന ബോൺമാറ്റി. നോക്കിയേ, നമ്മുടെ സ്വന്തം ഐത്താന ബോൺമാറ്റി. പുള്ളിക്കാരി സ്പെയിന്റെ താരമാണ്. സ്പെയിനാണ് അവർ, ദേശീയ ടീം സ്പെയിനാണ്. ബാഴ്സയ്ക്ക് വേണ്ടിയാണ് പുള്ളിക്കാരി പന്ത് കിട്ടുന്നത്. ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി എന്ത് ചെയ്യുന്നത്, പന്ത് കിട്ടുന്നത്. ഓക്കെ അല്ലെ. സത്യത്തിൽ ഏറ്റവും മികച്ച വനിതാ താരങ്ങളിൽ ഒരാളെ കറക്റ്റ് കിട്ടേണ്ട ആൾക്ക് തന്നെയാണ് ആ പുരസ്കാരം കിട്ടിയത്. ഓക്കെ അല്ലെ. ഇനി ഏറ്റവും ഏറ്റവും പ്രധാനമായി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പുരുഷതാരം ചോദ്യമാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ വന്ന് വിത്തിൻ ഡേയ്സ് എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ, പുരുഷതാരം ഉസ്മാൻ ഡംബേല. അദ്ദേഹം അത് അർഹിച്ചിരുന്നു. ഉസ്മാൻ ഡംബേല, ഉസ്മാൻ ഡംബേല, പേര് ഓർത്തു വയ്ക്കുക. ഉസ്മാൻ ഡംബേല, ഇതാണ് കക്ഷി. പുള്ളി ഇത് അർഹിച്ചിരുന്നു എന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യം അല്ലെ, ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോ അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടുന്നു, അത് വളരെ സന്തോഷമാണ്. ഓക്കെ അല്ലെ, ക്ലിയർ അല്ലെ. ശ്രദ്ധിച്ചേ, നമ്മുടെ ഈ പറയും പോലെ കായിക മേഖല ഇത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ എനിക്ക് ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഒരു 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 ചോദ്യ സെറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ T20 വേൾഡ് കപ്പ് 2024 T20 വേൾഡ് കപ്പ് നേടിയത് ആരാണ്? ഇന്ത്യയാണ്. വേൾഡ് കപ്പ് നേടിയത് ആരാണ്? വുമൺസ് വേൾഡ് കപ്പ്, അതും ഇന്ത്യയാണ്. ക്യാപ്റ്റൻ ആരായിരുന്നു? ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. ചോദിച്ചിട്ടുണ്ട്. വനിതാ ടീം ആണെങ്കിൽ ഹർമൻപ്രീത് കൗർ. ഇനി T20 ആണെങ്കിൽ സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ ടീം ആണെങ്കിൽ സൂര്യകുമാർ യാദവ്. ടൂർണമെന്റിന്റെ താരം ടൂർണമെന്റിന്റെ താരം ടൂർണമെന്റിന്റെ താരം ഒറ്റപ്പേര് സഞ്ജു വി സാംസൺ. ഫൈനലിന്റെ താരം ജസ്പ്രീത് ബുംറ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഉറപ്പായിട്ട് ചോദ്യം വരും, പഠിച്ചേ പറ്റൂ. ക്ലിയർ അല്ലേ? ശരി. എങ്കിൽ കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയിൽ ശ്രദ്ധേയനാണ് എന്നാണ് ചോദ്യം. അത് സർക്കസ് ആണ്. കേരള സർക്കസിന്റെ പിതാവാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ അല്ലെ. കീലേരി കുഞ്ഞിക്കണ്ണൻ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ തലശ്ശേരിയാണ് ഈ സർക്കസിന്റെ ഒരു ഈറ്റില്ലമായി നമുക്ക് പറയാൻ പറ്റുന്നത്. സർക്കസ് കമ്പനികളൊക്കെ വരുന്നത് അവിടെയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സർക്കസ് കമ്പനി, മലബാർ ഗ്രാൻഡ് സർക്കസ് എന്ന് പറഞ്ഞ ഒരു സർക്കസ് കമ്പനി ആരംഭിച്ചത് ഈ കീലേരി കുഞ്ഞിക്കണ്ണന്റെ ശിഷ്യനായ പരിയാളിക്കണ്ണനാണ്. പരിയാളിക്കണ്ണൻ. ഈ പരിയാളിക്കണ്ണനും എന്ത് തന്നെയാണ് മേഖല? സർക്കസ് ആണ്. കീലേരി കുഞ്ഞിക്കണ്ണനെ കുറിച്ച് പറയുമ്പോൾ രസകരമായ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം സർക്കസ് മാത്രമല്ല, ഇതൊരു ക്രിക്കറ്റ് താരം കൂടെയായിരുന്നു. ക്രിക്കറ്റ് താരം. ഇത് നമ്മുടെ എന്തായാലും അടുത്തൊന്നും ഒരു സിനിമ ഉണ്ടല്ലോ, രാംചരന്റെ പെഡി അല്ലെ, അങ്ങനെയല്ല ആ സിനിമയുടെ പേര്. അതുപോലത്തെ മാനുഷിക ശക്തി എന്നുള്ളതല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പറഞ്ഞൊക്കെ പറ്റിയ വിഷയമൊന്നുമല്ല. പക്ഷെ പുള്ളി ഒരു ബൗളർ ആയിരുന്നു. പണ്ടൊരു ശൈലി തന്നെ ഉണ്ടായിരുന്നു. കീലേരിയാണ് പന്തെറിയുന്നെങ്കിൽ പന്തിൽ ചോര പുരളാതെ നിർവാഹം ഇല്ല എന്നാണ്. അതായത് ഇയാൾ അത്ര മികച്ചൊരു ഫാസ്റ്റ് ബോളർ ആയിരുന്നു. ഈ പണ്ടൊക്കെ ഫാസ്റ്റ് ബോളിംഗ് എന്ന് പറയുമ്പോൾ ബാറ്ററെ വിക്കറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ എറിഞ്ഞ് പരിക്കേൽപ്പിക്കുക എന്ന് പറയുന്ന രീതിയുണ്ട്. അതിന്റെ ആശാനാണ് കക്ഷി. ഓക്കെ അല്ലെ. ശരി, മുന്നോട്ട് പോകുന്നു. എങ്കിൽ അടുത്ത ചോദ്യം,
അടുത്ത ചോദ്യം ഒരു 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 കുഞ്ഞു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഏറ്റവും പ്രധാനമാണ് സാംസ്കാരിക മേഖല. പഠിച്ചു വെച്ചോളം സാംസ്കാരിക മേഖല. കേരള സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി അക്കാദമി സ്ഥാപിതമായ വർഷം ഓർത്തു വെച്ചോണം. ഉറപ്പായും ചോദിക്കും. 1956 1956 എങ്കിൽ കേരള 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 സംഗീത സംഗീത നാടക നാടക അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി അക്കാദമി വിട്ടുപോയിരുന്ന അക്കാദമി സ്ഥാപിച്ചത് 1958 1958. ഇനി കേരള കലാമണ്ഡലം, കേരള കലാമണ്ഡലം 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 ഓക്കെ, അത് സ്ഥാപിച്ചത് 1930 1930 നവംബർ 7 1930. ഓക്കെ അല്ലെ? ഇനി അതേപോലെ തന്നെ വളരെ പ്രധാനമാണ് കേരള കേരള ഫോക്ലോർ അക്കാദമി, ഫോക്ലോർ അക്കാദമി ഫോക്ലോർ അക്കാദമി. അത് 1995 1995. കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ചെമ്പുക്കാവ്, കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ചെമ്പുക്കാവ്, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എന്താണ് ചെറുതുരുത്തിയിലാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ ചിറക്കൽ, കണ്ണൂർ കണ്ണൂർ ചിറക്കൽ ചിറക്കൽ ചിറക്കൽ. ഈ നിലവിൽ ഫോക്ലോർ അക്കാദമിയുടെ അധ്യക്ഷനാണ് OS ഉണ്ണികൃഷ്ണൻ. ഈ അടുത്ത് ചോദിച്ചിരുന്നു OS ഉണ്ണികൃഷ്ണൻ. കലാമണ്ഡലത്തിന്റെ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായ്, മല്ലിക സാരാഭായ്, മല്ലിക മല്ലിക സാരാഭായ്. ഓക്കെ അല്ലെ? മല്ലിക സാരാഭായ്. അതേപോലെ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു പേരാണ് ഡോക്ടർ ബി അനന്തകൃഷ്ണൻ. നിലവിൽ VC ആണ്. ബി അനന്തകൃഷ്ണൻ, വൈസ് ചാൻസലർ VC. ഓക്കെ അല്ലെ? ഇനി സാഹിത്യ അക്കാദമി വരുമ്പോ ആര് തന്നെയാണ്? K സച്ചിദാനന്ദൻ അല്ലെ? P അല്ല, K സച്ചിദാനന്ദൻ. ഓക്കെ അല്ലെ? ഇനി അതേപോലെ തന്നെ സംഗീത നാടകം വരുമ്പോ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചെണ്ടവിദ്വാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ. ഓക്കെ അല്ലെ? അതുപോലെ തന്നെ കേരള കേരള ലളിതകലാ അക്കാദമി മുരളി ചീരോത്തർ, മുരളി ചീരോത്തർ. ഓക്കെ അല്ലെ? അപ്പൊ ഈ കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, ചെമ്പുക്കാവിലാണ്. ചെമ്പുക്കാവ് സെറ്റ് അല്ലടാ, നല്ല കണ്ടന്നല്ലേ, നല്ല കണ്ടന്നല്ലേ. ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത്, ഇവയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാസികകൾ, പ്രത്യേകിച്ച് പൊലി ഫോക്ലോർ അക്കാദമി മാസികയാണ് പൊലി. തളിര് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയാണ് തളിര് മാസിക, തളിര്. ചിത്രവാർത്ത ലളിതകലാ അക്കാദമിയുടെയാണ് ചിത്രവാർത്ത, ചിത്രവാർത്ത ചിത്രവാർത്ത. കേളി, കേളി സംഗീത നാടക അക്കാദമിയുടെ കേളി. ചലച്ചിത്ര സമീക്ഷ, ചലച്ചിത്ര ചലച്ചിത്ര സമീക്ഷ 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 ചലച്ചിത്ര സമീക്ഷ ആരുടേതാണ്? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടേതാണ്. ഓക്കെ അല്ലെ? ലാസ്റ്റ് ചോദ്യം. 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയതാരാണ്? ഫാൽക്കെ പുരസ്കാരം നേടിയതാരാണ്? ഞാൻ ഈ ചോദ്യം നിങ്ങൾക്ക് തരുന്നു, കാരണം കഴിഞ്ഞ വർഷം ഏറ്റവും അധികം ചോദിച്ച ചോദ്യമാണ്. ആരാണ് ആ വ്യക്തി? ഓക്കെ അല്ലെ? ഒന്ന് കമന്റ് ചെയ്തേക്കാം മക്കളെ. അപ്പൊ നമുക്ക് കുറച്ചേറെ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് മാത്രമേ PS ചോദിക്കുന്നൊന്നുമല്ല, ചിലപ്പോൾ ഇതിൽ നിന്ന് വന്നില്ല എന്ന് വരും. എന്നിരുന്നാലും ഉറപ്പായിട്ടും ഈ പറയുന്ന ഭാഗങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചോണം. കൂടെ പത്രമാധ്യമങ്ങൾ വിട്ടുപോരുന്ന പത്രമാധ്യമങ്ങൾ. പൊതുവെ നമ്മുടെ പ്രിലിംസിലൊക്കെയാണ് പത്രങ്ങൾ ചോദിക്കുക. ആദ്യത്തെ പത്രം രാജ്യസമാചാരം, അതുപോലെ തന്നെ രണ്ടാമത്തെ പത്രം സ്ഥാപിച്ചത് അല്ലെ തലശ്ശേരിയിലെ എല്ലിക്കുന്ന് പ്രസ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ. ഇപ്പോഴും പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന പത്രം ദീപിക. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇവിടെയാണ്. സ്വദേശാഭിമാനിയും മിതവാദിയും ഒക്കെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നവോത്ഥാന നായകന്മാരും നായികമാരും പഠിച്ചോണം. നവോത്ഥാന നായികമാരെയും ഒന്ന് പഠിച്ചോണം. ഓക്കേകളാ? അപ്പൊ എന്തായാലും ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഏറ്റവും നല്ലൊരു എക്സാം ആയിരിക്കട്ടെ. അപ്പോ എക്സാമിന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.